ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ദിരൈൻ ആൻഡ് മൈ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ കാലമായിട്ട് ഈ ദിരൈൻ ആൻഡ് മൈ ബ്രദർ എന്തിനാണ് പേരിട്ടിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് വീഡിയോസിലെ ദിവ്യത്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു വീഡിയോസിലും ദിവ്യത്ത് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പേരുണ്ടാക്കിയതല്ലേ. പിന്നെ ദിവിത്താണെങ്കിൽ അവന്റെ വീട് ട്രിവാൻഡ്രത്താണ്. അത് കാരണം വെക്കേഷനിൽ വന്നപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഇട്ടത്. സമ്മർ വെക്കേഷൻ ആണല്ലോ, അത് കാരണം ഇപ്പോ സ്കൂളുള്ള കാരണം അവൻ വരില്ല. പിന്നെ അത് കാരണമാണ് ഇപ്പൊ ഇനി അവൻ വരുമ്പോഴും അവനായിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നാവും. അവൻ വന്നപ്പോ ഞങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ സപ്പോർട്ട് കാരണം 15 ആക്കി. പക്ഷെ അത് പറയുമ്പോ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ലെങ്കിലും പ്ലീസ് ഒരു ഈ വർഷത്തിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വരുത്തണം. സബ്സ്ക്രൈബർ വരുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എനിക്കറിയാം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം വീഡിയോ ഇതാണ്, എങ്ങനെ ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആവാമെന്ന്. അതില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്കെന്താ ചിരിക്കുന്നതില് ഓക്കെ ഗൈസ്, ഞാനത് സെറ്റ് ആവട്ടെ എന്നിട്ട് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കമന്റ് ബോക്സിൽ ഒരു യൂട്യൂബറുടെ കമന്റ് ബോക്സിൽ എന്നിട്ട് പറയുകയാണ് വെക്കൂ, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അതിപ്പോ നിർത്തുക. അങ്ങനെ പറയുന്നവര് യൂട്യൂബ് ഇങ്ങനത്തെ കമന്റ്സ് അവരെ കേൾപ്പിക്കാതെ ഓഫാക്കി വെക്കും ആ കമന്റ്സ്. അപ്പൊ യൂട്യൂബ് അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് നമ്മളുടെ യൂട്യൂബ് ചാനലൊക്കെ ഹാക്ക് ചെയ്യുന്നുണ്ടാവും. അത് കാരണം അങ്ങനെ നമ്മൾ ചെയ്യരുത്. ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടത് ഇവിടെ വെക്കുന്ന ഒരു മൈക്കാണ്. പിന്നെ എൻ്റെ ആ മൈക്കില്ല, പിന്നെ ഞാൻ പറ്റുന്ന അത്ര മാക്സിമം സൗണ്ടില്. കുറച്ച് കാലം കഴിഞ്ഞാലൊക്കെ അത് വായിക്കാൻ പറ്റൂ. ഇപ്പൊ ആ മൈക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ എത്ര സ്ട്രെയിൻ ചെയ്യാണ്ട് ഇവിടെ മൈക്കൊക്കെ വെക്കണം. ഇതൊക്കെ ബിഗിനേഴ്സ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടോ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടണമെങ്കിൽ നിങ്ങളിപ്പോ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയാണെന്ന് വെക്കൂ. നമ്മൾ കറക്റ്റ് ക്യാമറയിൽ തന്നെ നോക്കിയിട്ടായിരിക്കണം സംസാരിക്കേണ്ടതുണ്ടാവുക. അല്ലെങ്കിൽ അത് വേറെ ആരോടെങ്കിലും സംസാരിക്കുന്ന പോലെ തോന്നും. അപ്പൊ അവര് പകുതി വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് പോകും. പിന്നെ ടിപ്പ് 4, നമ്മള് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടിരിക്കണം. അഥവാ നമുക്കൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ആൾക്കാർക്ക് കൂടുതൽ അത് കാണാൻ തോന്നുള്ളൂ. പിന്നെ ടിപ്പ് നമ്പർ 5, ഇതാണ് ഫൈനൽ ടിപ്പ്. ടിപ്പ് നമ്പർ 5 എന്ന് പറയുമ്പോ, നമ്മളൊരു യൂട്യൂബറിന്റെ വീഡിയോസ് കാണുമ്പോൾ കുറെ യൂട്യൂബേഴ്സ് അല്ല, കുറെ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറെ പേരുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോഴേ ഇങ്ങനത്തെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് മറ്റവരെങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ നോക്കും. അവർക്ക് ചാനൽസ് ഉണ്ടോ എന്നൊക്കെ അവര് നോക്കും. പിന്നെ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് കൂടും. നമ്മൾ കാണുകയാണെങ്കിൽ അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി.
എന്തായാലും നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ചെറിയൊരു സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് ഒരു യൂട്യൂബർ ആദ്യം നോക്കേണ്ട കാര്യങ്ങൾ. സോ ഇപ്പൊ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ കൂടുതൽ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.